നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയതാ. ഇത് ജയരാമന്റെ വാച്ച. ഇനിയിപ്പോ ജയരാമനാണ് മായമയെ കൊന്നതെന്നതിന് മറ്റൊരു തെളിവ് വേണോ? ഒരാളെയോ ഒരു ജീവിയോ കൊല്ലാനുള്ള മനക്കരുത്തൊന്നും എനിക്കില്ല. ആൻഡ് സർ, ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. പിന്നെ മായമ്മ എങ്ങനെ മരിച്ചു എന്നാ നിങ്ങളുടെ വ്യാഖ്യാനം? സർ, നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യക്തിബന്ധമൊന്നും ഞാനിതിൽ കൂട്ടിക്കുഴയ്ക്കല്ല. പക്ഷേ സാറിനും അറിയാവുന്ന ഒരു സത്യമുണ്ട്. എൻ്റെ ചില ശത്രുക്കൾ, അവർ കുറെ കാലമായി നിരന്തരം എന്നെ വേട്ടയാടുന്നു. എന്നെ വീഴ്ത്താൻ ചതിക്കുഴികൾ ഒരുക്കുന്നു. എന്നെ ഇപ്പൊ കുരുക്കിയിരിക്കുന്ന ഈ മർഡർ കേസിലും അതിഭയങ്കരമായൊരു കോൺസ്പിറൻസി നടന്നിട്ടുണ്ട്. അതെന്താ നിങ്ങൾ അന്വേഷിക്കാത്തത്? നിങ്ങൾ പറയുന്ന പോലെ കേസ് അന്വേഷിക്കാനല്ല ഞങ്ങൾ പോലീസുകാരുടെ ഡിപ്പാർട്ട്മെന്റിൽ പണിയെടുക്കുന്നത്. I am the investigating officer of this case. Please don't interrupt me. നിങ്ങൾ ഈ കേസിൽ തീർത്തും ഞങ്ങളോട് സഹകരിക്കുന്നില്ല. സഹകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. സർ, മരിച്ച മായമ്മയുടെ മകളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. കരയാതെ മോളെ. മോള് പേടിക്കണ്ട കേട്ടോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമാ മോളെ ഞങ്ങൾ വിളിച്ചു വരുത്തിയത്. കരയരുത്. ഇവരാരാ? ഞാൻ ആ ജയരാമൻ കൊന്നുകളഞ്ഞ മായമ്മയുടെ ഒരേ ഒരു ചേച്ചിയാ, മന്ദാകിനി. മരിച്ച മായമ്മയുടെ ആത്മാവിനെങ്കിലും നീതി കിട്ടണം. നീതി കിട്ടിയിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. മോള് സ്കൂള് വിട്ട് വന്നത് മുതലുള്ള കാര്യങ്ങൾ ഒന്ന് പറയൂ. പറഞ്ഞോ മോളെ. എന്നെ ചിലർ ഒരു ട്രസ്റ്റിലേക്കാ കൊണ്ടുപോയത്. അമ്മ ചെമ്പകമംഗലത്തെ ജയറാമനോടൊപ്പം അങ്ങോട്ട് വരുമെന്ന് കൊണ്ടുപോയവർ പറഞ്ഞു. കരയാതെ മോളെ, ബാക്കിയൂടി പറയൂ. ഞാൻ പറയാം. കുട്ടി പറയട്ടെ. പറയും മോളെ. ജയറാമംഗളും അമ്മയും വരാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോ എന്റെ അമ്മ എന്റെ അമ്മ മുറ്റത്ത് മരിച്ചു കിടക്കുന്നു. മോളുടെ കരച്ചിൽ കേട്ടാ ഞാൻ ഓടിച്ചെന്നത്. അമ്മന്റെ കുഞ്ഞ്. ഈ വാച്ച് സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയതാ. ഇത് ജയരാമന്റെ വാച്ച. ഇനിയിപ്പോ ജയരാമനാണ് മായമയെ കൊന്നതെന്നതിന് മറ്റൊരു തെളിവ് വേണോ? ജയരാമ മായമയെ കാറിൽ നിന്ന് ഇറക്കി വിട്ട് തിരികെ പോകുന്നതിന്റെ വീഡിയോ പോലീസിന് നേരത്തെ കിട്ടിയതല്ലേ? അത് മാത്രമല്ല, എന്റെ സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് ജയരാമ മായമയെ കാറിൽ കയറ്റിക്കൊണ്ടു പോയതിന് ഞാനും പോലീസുകാരും വിറ്റ്നസ് ആണ്. CCTV ഫൂട്ടേജും ഉണ്ട്. ഇത് ജയരാമൻ കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകമാണ്. കുട്ടിയെ ഇവരെയും പറഞ്ഞു വിട്ടേക്ക്. നിങ്ങൾ വെക്കോളൂ, ഞാൻ വിളിപ്പിക്കാം. മോളെ, നിങ്ങൾക്കെതിരായ എവിഡൻസ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. പോലീസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് വളരെ വേഗം സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എനിക്കറിയാവുന്ന സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഒരു സത്യവും പറഞ്ഞില്ല. പറഞ്ഞതെല്ലാം പച്ച കള്ളമാണ്. കാർത്തി, നോ. ഐ എം കാർത്തിക്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്.
ചെമ്പകമംഗലം വീട്ടിൽ വെച്ച് നിങ്ങൾ മരിച്ച മായമയുമായി സംസാരിക്കാറുണ്ടായിരുന്നോ? ഉവ്വ്. അവരവിടുത്തെ ജോലിക്കാരിയല്ലേ? അങ്ങനെ അവർക്ക് നിങ്ങൾ പണം കൊടുക്കാറുണ്ടായിരുന്നോ? ശരിയാ. ദാനം കൊടുക്കുന്നത് വിളിച്ചു പറയരുതെന്ന മാതാപിതാക്കൾ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോ അത് പറഞ്ഞേ പറ്റൂ. അവരുടെ മോൾക്ക് ഫീസ് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പണം കൊടുത്ത് സഹായിച്ചിരുന്നു. പിന്നെ ഞാൻ അവരോട് കുറച്ച് സഹതാപം കാണിച്ചിരുന്നു. അത് 100% സത്യമാണ് സർ. നിങ്ങൾക്കെതിരെയുള്ള കുരുക്കുകൾ മുറുകുകയാണ് മിസ്റ്റർ ജയറാം. കാരണം നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു തെളിവും നിങ്ങളുടെ പക്കലില്ല. ഒറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തിന് മായമ്മയെ കൊന്നു? സർ, DGP അദ്ദേഹം വിളിക്കുന്നു. ഇതില് താൻ പെട്ടടോ ജയരാമ. സർ, എന്താ ACP? മായമ്മയുടെ കൊലക്കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ജയരാമനെ ചോദ്യം ചെയ്തോ? ചോദ്യം ചെയ്യൽ തുടരുകയാണ് സർ. എന്നിട്ട് അയാൾ കുറ്റം സമ്മതിച്ചോ? ഇല്ല സർ. ചോദ്യം ചെയ്യലിന്റെ ശൈലി ശരിയാവഞ്ഞിട്ടായിരിക്കും. അതല്ല സർ, എന്റെ അമ്മാവനായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് സാർ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ആ കുറ്റം ചെയ്തതായിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് അബൌട്ട്? പോലീസിന് കിട്ടിയിരിക്കുന്ന ആ വീഡിയോ തന്നെ അയാൾക്കെതിരായിട്ടുള്ള തെളിവല്ലേ? സർ, എൻ്റെ ഒരു ഡൗട്ട് ഞാൻ പറയാം സർ. പറഞ്ഞോളൂ. അങ്ങനൊരു വീഡിയോ ആരോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ തീർച്ചയായും മറ്റാരോ ഉണ്ടാവില്ലേ? അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അവർ അയച്ചു തന്ന സ്ഥിതിക്ക് അത് ജയരാമനെതിരെ നടന്ന ഒരു ഗൂഢാലോചനയല്ലേ? ആ സംശയമൊന്നും നമ്മൾ പരിശോധിക്കേണ്ടതില്ല. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അയാൾക്കെതിരെയുള്ള എവിഡൻസ് ആണ് നമുക്ക് ഫസ്റ്റ്. സർ, എടോ, നമുക്ക് കിട്ടിയിരിക്കുന്ന അതേ വീഡിയോ മീഡിയയ്ക്കും കിട്ടിയിട്ടുണ്ട്. ചാനലുകാർക്ക് ഇപ്പൊ ഉത്സവ. അവരത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊണ്ടാടുക. എല്ലാ ചാനലുകളിലും അന്തിച്ചർച്ച മായമ്മ കൊലക്കേസായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.